അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ ബറാഹത്തിന്റെ രാവാണ് നമുക്ക് നാളെ കടന്നു വരുന്നത്. ബറാഹത്ത് രാവിന്റെ മഹത്വം നമുക്കൊക്കെയും അറിയാം. ആ ഒരു രാവിൽ ചെയ്യേണ്ട അഅ്മാലുകൾ, ചൊല്ലേണ്ട ദിക്റുകളെ കുറിച്ച്, ഓതേണ്ട സൂറത്തുകളെ കുറിച്ച്, ആ രാത്രിയുടെ മഹത്വത്തെ കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മഹത്തായ പരിശുദ്ധ ശഅബാൻ 15 ബറാഹത്തിന്റെ രാവ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങൾ ഇതൊക്കെയാണ്. ആ ഒരു രാത്രിയിലാണ് ഒരു മനുഷ്യന്റെ ഒരു വർഷത്തിന്റെ എല്ലാ കാര്യങ്ങൾ തീർമാനിക്കുന്ന, ആരൊക്കെ ഈ വർഷം മരിക്കും, ആരൊക്കെ ഈ വർഷം എന്തൊക്കെ ചെയ്യും, ആരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും എന്നെല്ലാം തീരുമാനിക്കുന്ന അതിമഹത്തായ ഒരു രാവാണ് പരിശുദ്ധ ബറാഹത്തിന്റെ രാവ്. ആ രാത്രിയിൽ അഅ്മാലുകൾക്ക് ഇരട്ടി പ്രതിഫലമാണ്. അവന്റെ റഹ്മത്ത് അടിമകൾക്ക് ധാരാളമായി വർഷിക്കുന്ന ഒരു രാവും കൂടിയാണ്. ബനീ കൽബ് ഗോത്രത്തിന്റെ ആടുകളുടെ രോമം തുല്യം. ബനീ കൽബ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ആട് വളർത്തിയ ഒരു ഗോത്രമായിരുന്നു ബനീ കൽബ് ഗോത്രം. അവരുടെ ആടുകളുടെ രോമം തുല്യം അവന്റെ അടിമകളുടെ ആ രാത്രിയിൽ പാവങ്ങൾ പുറത്തു കൊടുക്കും, റഹ്മത്ത് ചെയ്യുന്ന ഒരു രാവും കൂടിയാണ് പരിശുദ്ധ ബറാഹത്തിന്റെ രാവ്. അത് മാത്രമല്ല, നാം എന്താണ് റബ്ബിനോട് ചോദിക്കുന്നത് അതിന് ഉത്തരം ലഭിക്കുന്ന ഒരു രാത്രി കൂടിയാണ് പരിശുദ്ധ ബറാഹത്തിന്റെ രാവ്. ഇജാബത്ത് ലഭിക്കുന്ന രാവാണ്. ആ രാത്രിയിൽ അള്ളാഹുവിനോട് എന്താണ് ചോദിക്കുന്നത് അതെല്ലാം റബ്ബ് അവന്റെ അടിമകൾക്ക് കൊടുത്തിരിക്കും. അത്രയും മഹത്വമുള്ള രാവാണ്. ഹബീബായ തങ്ങൾക്ക് ഏറെ സന്തോഷം ലഭിച്ച ഒരു രാവും കൂടിയാണ്. കാരണം അവിടത്തേക്ക് ഷഫാഅത്തിന്, ഉമ്മത്തീങ്ങൾക്ക് വേണ്ടിയുള്ള ഷഫാഅത്തിന്റെ പൂർണ്ണമായ അധികാരം ലഭിച്ച ഒരു രാവും കൂടിയാണ് പരിശുദ്ധ ബറാഹത്തിന്റെ രാവ്. എന്തുകൊണ്ടും ധന്യമായ ഒരു രാവാണ് പരിശുദ്ധ ബറാഹത്തിന്റെ രാവ്. അഅ്മാലുകളെ കൊണ്ട് ധന്യമാക്കണം, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. ആ രാത്രിയിൽ ആരും വെറുതെ സമയം കളയാതെ അനാവശ്യ കാര്യങ്ങളിൽ, മൊബൈലുകളിൽ നമ്മുടെ സമയത്തെ വ്യർത്ഥമാക്കാതെ നല്ല കാര്യങ്ങളെ കൊണ്ട് ആ രാത്രിയിൽ ജോലിയാവണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ രാത്രിയിൽ അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ മഗ്ഫിറത്തും ലഭിക്കാത്ത ചില വിഭാഗങ്ങളുണ്ട്. ശിർക്ക് ചെയ്യുന്നവർക്ക് ആ രാത്രിയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല. പിണങ്ങി നിൽക്കുന്നവർ, തെറ്റി നിൽക്കുന്നവർ, കോപിച്ച് നിൽക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല. കുടുംബ ബന്ധമൊരുക്കുന്നവർക്ക് അള്ളാഹു ആ രാത്രിയിൽ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. അതേപോലെ തന്നെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്ക്, കള്ളുകുടിക്കുന്നവർക്ക്, മറ്റു അനാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ആ രാത്രിയിൽ അള്ളാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ലഭിക്കാത്ത ഒരു രാവും കൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും ഓർത്തു വെക്കണം. പിണങ്ങി നിൽക്കുന്നവർ ഒന്ന് റെഡിയാവേണ്ട, അത് മാഫ് ചോദിച്ച്, പൊറുത്തം ചോദിച്ച്, സലാം പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെക്കേണ്ട ഒരു രാവാണ് നമുക്ക് കടന്നു വരുന്നത്. ആരും നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആ രാത്രിയിൽ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ മഗ്രിബ് ഇശാഇന്റെ ഇടയിലായി 3 യാസീൻ സൂറത്ത് ഓതണം. 3 യാസീൻ സൂറത്ത് ആ രാത്രിയിൽ പാരായണം ചെയ്തിരിക്കണം. ഒന്നാമത്തെ യാസീൻ നമുക്കുള്ള തനിക്കും തന്റെ കുടുംബക്കാർക്കും ദീർഘായുസ്സും ആഫിയത്തും ലഭിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ യാസീൻ നിയത്താക്കി ഓതേണ്ടത്. നാം നിയത്ത് വെക്കുമ്പോൾ നമ്മുടെ മക്കൾക്കും അത് നിയത്ത് പറഞ്ഞു കൊടുക്കണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ നിയത്ത് വെച്ച് അവരും യാസീൻ സൂറത്ത് ഓതട്ടെ. അതേപോലെ തന്നെ രണ്ടാമത്തെ യാസീൻ ഭക്ഷണ പാനീയങ്ങളിൽ വിശാലത ലഭിക്കാൻ, ബറക്കത്ത് ലഭിക്കാൻ രണ്ടാമത്തെ യാസീൻ ഓതണം. അതായത് രണ്ടാമത്തെ യാസീൻ റിസ്ക്കിൽ വിശാലത ലഭിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമുക്ക് തരുന്ന ഭക്ഷണ പാനീയങ്ങൾ, അത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം റിസ്ക്കിൽ പെടും. നമുക്ക് ആവശ്യമുള്ള, നമുക്ക് വീട് വേണം, വാഹനം വേണം, വസ്ത്രം വേണം, അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ വേണം, പണം വേണം, നല്ല ജോലി വേണം, എല്ലാം നമുക്ക് അല്ലാഹു തആല ആ രാത്രിയിൽ ഈ ഒരു യാസീൻ, രണ്ടാമത്തെ യാസീൻ നിയത്ത് വെച്ച് ഓതണം. അതായത് മൊത്തത്തിൽ ഭക്ഷണത്തിൽ
ഭക്ഷണപാനീയങ്ങളിൽ വിശാലത ലഭിക്കണം, റിസ്ക്കിൽ വിശാലത ലഭിക്കണം എന്ന നിയ്യത്ത് വെച്ച് രണ്ടാമത്തെ യാസീൻ ഓതുക. മൂന്നാമത്തെ യാസീൻ ഹുസ്നുൽ ഖാത്തിമ ലഭിക്കണം, നല്ല മരണം നമുക്ക് ലഭിക്കണം, മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കണം, കലിമ ചൊല്ലി മരിക്കണം, വിജയികളെ കൂട്ടത്തിൽ ചേരണം എന്ന നിലക്കായിരിക്കണം മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത്. ഈ 3 യാസീൻ ഓതുന്നതിനിടയിൽ മറ്റു സംസാരങ്ങളൊക്കെയും ഒഴിവാക്കണം. അങ്ങനെ ഓതിയാലാണ് നമുക്കതിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക. ഒരാൾ യാസീൻ സൂറത്ത് എന്ത് ഉദ്ദേശം കരുതിയിട്ടാണ് ഓതുന്നത് അത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കും. അവന്റെ ആ യാസീൻ ഓതിയതിന് ശേഷമുള്ള ആ ഒരു കരുത്ത്, അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നിരിക്കുമെന്ന് ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ 3 യാസീൻ ഓതിയതിന് ശേഷം സൂറത്ത് ദുഹാൻ ഒരു തവണ പാരായണം ചെയ്യണം. സൂറത്ത് ദുഹാനിന്റെ മഹത്വം നമുക്കറിയാം. സൂറത്ത് ദുഹാൻ ഓതിയാൽ 70,000 മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ 4 സൂറത്ത് ഓതണം. അതിനോടൊപ്പം ചെയ്യേണ്ട മറ്റു ദിക്റുകൾ കൂടെ പറഞ്ഞു തരാം. ആദ്യമായി യാ ഹയ്യു യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ ഒരു ദിക്ർ 100 തവണ ചൊല്ലണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ദിക്ർ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദൂ അനാതിൻ ലാ താഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ഒരു ദിക്ർ 70 തവണ വീതം ചൊല്ലണം. 70 തവണ വീതം ചൊല്ലണം. അതേപോലെ തന്നെ 100 തവണ വീതം ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന ദിക്റും 100 തവണ വീതം ചൊല്ലണം. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും മഹത്വമുള്ള നല്ലൊരു സ്വലാത്ത് തിരഞ്ഞെടുത്ത് 100 തവണ ചൊല്ലുക. എന്നിട്ട് അല്ലാഹുവിനോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും തുറന്നു പറയുക. അല്ലാഹു തആല ഇജാബത്ത് തന്നിരിക്കും. അല്ലാഹു തആല നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അത് മാത്രമല്ല, ബറാഹത്ത് 15-ാം രാവ് പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കാൻ സുന്നത്തുള്ളൊരു പകലും ഒരു ദിവസവും കൂടിയാണ്. ആ ഒരു നോമ്പിൽ നമുക്ക് 3 നോമ്പിന്റെ പ്രതിഫലം ഒന്നിച്ച് നേടാവുന്നതാണ്. ഒന്നാമതായി ഷാബാൻ 15-ന്റെ നോമ്പ്, അതായത് ബറാഹത്തിന്റെ നോമ്പ്. അതേപോലെ തന്നെ തിങ്കളാഴ്ചയും കൂടിയാണ്. തിങ്കളാഴ്ചയാണ് നമുക്ക് നോമ്പ് വരുന്നത്. അപ്പൊ തിങ്കളാഴ്ചയുടെ നോമ്പ് കൂടെ നമുക്ക് എന്താക്കാം, ആഡ് ചെയ്യാവുന്നതാണ്. തിങ്കളാഴ്ച എന്നുള്ളത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട മഹത്വമുള്ള ഒരു രാവാണ്, പരിശുദ്ധ ഒരു ദിവസമാണ് പരിശുദ്ധ തിങ്കളാഴ്ച ദിവസം. ആ എല്ലാ തിങ്കളാഴ്ച ദിവസവും നോമ്പനുഷ്ഠിക്കാൻ സുന്നത്തുണ്ട്. എന്നാൽ അതോടൊപ്പം നമുക്ക് തിങ്കളാഴ്ചയാണ് മറ്റ് ബറാഹത്തിന്റെ പകൽ വരുന്നത്. അതേപോലെ തന്നെ മൂന്നാമതായി അയ്യാമുൽ ബീദിന്റെ നോമ്പും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിനോടൊപ്പം ഖളാഹായ നോമ്പുള്ളവർ അതും ആഡ് ചെയ്യും. അപ്പോൾ 4 നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും. ഒന്നാമത് ഷാബാൻ 15-ന്റെ സുന്നത്ത് നോമ്പ്, രണ്ടാമത് തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ്, മൂന്നാമത് അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പ്, അതേപോലെ തന്നെ ഖളാഹായ ഫർദായ നോമ്പ്. 4 നോമ്പ് നമുക്ക് ഒറ്റ നോമ്പിൽ ലഭിക്കും. ഒറ്റ നോമ്പിൽ 4 നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്താതെ ഒരു കാര്യം മനസ്സിൽ വെച്ച് നാളത്തെ രാവ് പകൽ ഇബാദത്തുകളെ കൊണ്ട് നോമ്പ് പിടിച്ച് നല്ല രൂപത്തിൽ ധന്യമാക്കണം. അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരെ കൂട്ടത്തിൽ, അവന്റെ റഹ്മത്ത് ലഭിച്ചവരെ കൂട്ടത്തിൽ, അവന്റെ മഗ്ഫിറത്ത് ലഭിച്ചവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ ദുആയിൽ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ ഉസ്താദന്മാരെയും ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.